ഇന്ന് നമുക്കൊരു പാലൊഴിച്ച ബീഫ് കറി വെച്ചാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ പോത്തിറച്ചിയാണ്. ഈ പോത്തിറച്ചി നമുക്ക് ആദ്യം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. മസാല എല്ലായിടത്തും പിടിക്കുന്നത് വരെ കൈവച്ച് നന്നായിട്ട് തിരുമ്പി വെക്കണം കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല കൂട്ടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇറച്ചി വെന്തോ നോക്കാം. ഇറച്ചി നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇറച്ചി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇളക്കി കൊടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്താലേ മസാലയുടെ രുചിയൊക്കെ ഇറച്ചിയിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. ഇറച്ചിയും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സായി വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് പാക്കറ്റ് പാലാണ് കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് മല്ലിച്ചീരയും പുതിനയിലും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് തിളക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൽ ഒഴിച്ച ബീഫ് കറി റെഡിയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.